നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എൻ്റെ നാട്ടിൽ നിന്ന് തന്നെയുള്ളൊരു വീഡിയോ കേട്ടോ. ഇതിൽ ഞങ്ങൾ പറയാൻ വരുന്നത് ഞാനും ഇപ്പം ഈ വീഡിയോയിൽ വരുന്ന ആളും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കളിച്ച് വളർന്ന ഒരു സുഹൃത്തുക്കളാണെന്ന് പറയാം. ഈ പ്രാവശ്യം നമുക്ക് അവരുടെ വീട്ടിലെ കുറച്ച് നല്ല വിശേഷങ്ങൾ കേൾക്കാം. അമ്പിളി, എന്തൊക്കെയുണ്ട് പറയാൻ വിശേഷങ്ങൾ? നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ കുറേ ചെടികളൊക്കെ ഉണ്ടല്ലോ അമ്പിളി. ഇത് അമ്മയുടെ ഗാർഡൻ സെറ്റപ്പാണ്. ആൾക്ക് സ്റ്റെപ്പ് ഇറങ്ങി മുറ്റത്തേക്ക് പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് എല്ലാം ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ആൾക്ക് ഇവിടെ നിന്നെല്ലാം ഇങ്ങനെ നനയ്ക്കാനും നോക്കാനും എല്ലാ ദിവസവും ഒരു മണിക്കൂറെങ്കിലും ചെടികളുടെ പിന്നാലെയൊക്കെ ഇങ്ങനെ നടക്കും. ഭയങ്കര ഇഷ്ടമാണ്. ആന്റിക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഇഷ്ടം തോന്നണം അല്ലേ? അതാണ്. അപ്പൊ അതിനെ ശുശ്രൂഷിക്കാനും എളുപ്പമല്ലേ. ഇങ്ങനെയൊക്കെ വെച്ചേക്കണ കാരണം ആള് എല്ലാ ദിവസവും അതിന്റെ കടയൊക്കെ വന്ന് ഇങ്ങനെ നോക്കലും വെള്ളമൊക്കെ ഒരുപാടുകളൊക്കെ നോക്കലും ഭയങ്കര ഇഷ്ടമാണ്. ആന്റിക്ക് പണ്ടും ചെടികൾ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഇടയ്ക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് അതിന്റെ മണ്ണ് മാറ്റലും അത് കട്ട് ചെയ്യലും അങ്ങനെയൊക്കെ ആയിട്ട് ആള് എൻഗേജ്ഡാണ്. ഇനി നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളിൽ ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ് അൽഫോൻസ് ആൻറ്റിയുടെ കൂടെ ഇരുന്നിട്ടൊരു വീഡിയോ എടുക്കണം എന്ന് വെച്ചാൽ ആൻറ്റി എൻ്റെ ചെറുപ്പത്തിലും നമ്മളിവിടെ വരുമ്പോൾ ആൻറ്റി ഇരുന്ന് തയ്ക്കുന്ന ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പം നമുക്കിത് ഈ വീട്ടിലെ വിശേഷങ്ങളിൽ ഇവിടെ നല്ലപോലെ തയ്ക്കുന്ന ഒരാളുണ്ട് കേട്ടോ. ആൻറ്റിയുടെ വർക്കൊക്കെ അങ്ങനെ പുറത്തേക്ക് ആൾക്കാർക്ക് അത്ര കാണാൻ പറ്റിയിട്ടില്ല. എന്നാലും ഞങ്ങളുടെ കസിൻസിൻ്റെ ഇടയിലും ഞങ്ങൾ എല്ലാവരും ആൻറ്റി നന്നായിട്ട് തയ്ക്കുന്നു. ആൻറ്റിയുടെ ഡ്രസ്സ് തയ്ച്ചതൊക്കെ ഞങ്ങൾ എപ്പോഴും ആൻറ്റി പള്ളിയിലൊക്കെ സാരി എടുത്ത് വരുമ്പോൾ ഞങ്ങളൊക്കെ എപ്പോഴും ആൻറ്റീനെ അപ്രീഷിയേറ്റ് ചെയ്യും. ഇപ്പോൾ ഇത് നല്ല സാരിയാണല്ലോ എന്നൊക്കെ. ഞാനിവിടെ ചെറുപ്പത്തിൽ വരുമ്പോഴേ ഇങ്ങനെ അമ്മയും മോളും കൂടെ ഇവിടെ ഇരുന്ന് ഇടയ്ക്കൊക്കെ വർത്തമാനം പറയുന്നത് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ആൻറ്റി ഒത്തിരി തയ്ക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ അത്ര തയ്ക്കാൻ വലിയ ഇഷ്ടമുള്ള ഒരാളല്ല. പക്ഷെ എനിക്കാണ് പിന്നെയും കുറച്ചുകൂടെ തയ്ക്കാൻ ഇഷ്ടമുണ്ടായിരുന്നത്. അപ്പോൾ അവൾ ചിലപ്പോൾ അമ്മ തയ്ച്ചതാണെന്നൊക്കെ പറഞ്ഞ് ഓരോന്നൊക്കെ കാണിച്ചു തരും. എന്താണ് അൽഫോൻസ് ആൻറ്റി, സുഖമല്ലേ? അമ്പിളി, നമുക്ക് കുറച്ച് അമ്മയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞാലോ? ആൻറ്റി എത്ര നാളായി ഈ തയ്ക്കാനുള്ള ഇഷ്ടം തോന്നിയിട്ട്? അല്ലെങ്കിൽ എപ്പോൾ ആൻറ്റി തയ്ച്ച് തുടങ്ങി അത് വല്ല ഓർമ്മയുണ്ടോ? ഞാൻ 2ാം ക്ലാസ്സിൽ തുടങ്ങി തയ്ക്കും. ഇഷ്ടമായിരുന്നു. ടീച്ചറുണ്ടായിരുന്നു. അന്ന് സൂചി ഓർക്കാൻ പഠിപ്പിച്ചു. പിന്നെ ഓരോ സ്റ്റിച്ചുകൾ പഠിപ്പിക്കും, തൂവാല തയ്ക്കും, അങ്ങനെയൊക്കെ. ആൻറ്റിയുടെ നാട് ചേന്നമംഗലത്ത് നിന്നാട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ചേന്നമംഗലത്തിൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റി അറിയാലോ. അവിടെ നല്ല കശവ് സാരികൾ കിട്ടും. അപ്പം ഞങ്ങൾ ചിലപ്പോൾ ആൻറ്റിയുടെ അടുത്ത് പണ്ടൊക്കെ ആ കഥകളൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ ആൻറ്റീനെയും കൊണ്ട് ഒരിക്കലും അവിടേക്ക് പോകാൻ പറ്റിയിട്ടില്ല. വല്ലപ്പോഴും നമുക്ക് പോവാം കശവൊക്കെ കാണാൻ. അപ്പം ഇത് കണ്ട ആൻറ്റിയുടെ ഇനി നമ്മൾ പ്രത്യേകമായിട്ട് പറയാൻ പോകുന്നത് ആൻറ്റി തയ്ച്ച ഓരോ സാരികളാണ്. ഇതൊക്കെ കണ്ടത് ഇതൊക്കെ ആൻറ്റി തയ്ച്ചിട്ടുള്ള ഓരോ വർക്കാണ്. പിന്നെ ആൻറ്റി ഒരുപാട് സമയം ഈ പ്രായത്തിലും ഈ തയ്ക്കാൻ വേണ്ടി ആളെടുക്കുന്നുണ്ട്. അത് ആ ഡെഡിക്കേഷൻ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവല്ലോ. നമുക്ക് എത്ര പെർഫെക്റ്റ് ആയിട്ട് അത് ചെയ്തിരിക്കുന്നത്. നമുക്ക് അമ്പിളിയുടെ അടുത്ത് അമ്മയുടെ തയ്പ്പിനെ കുറിച്ച് ചോദിച്ചാലോ? അമ്പിളി, നിനക്ക് എന്തെങ്കിലും വിശേഷം പറയാനുണ്ടോ? അമ്മയുടെ തയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എത്ര യാത്ര പോയാലും എന്ത് തിരക്കൊക്കെ ഉണ്ടായാലും തയ്ക്കാണ്ട് ഉറങ്ങാൻ പറ്റില്ല രാത്രി. അങ്ങനെയാണ്. അപ്പൊ രാത്രി ചിലപ്പോൾ ഞങ്ങളെല്ലാവരും കിടക്കാൻ പോകുമ്പോൾ ഒരു 10 മണിയാകുമ്പോൾ ഇന്ന് തയ്ച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചേരം ഇരുന്ന് തയ്ക്കും. പിന്നെ നമ്മൾ വന്ന് പറയണം വന്ന് കിടക്കുക. അത്രയും ഒരു പാർട്ട് ഓഫ് ലൈഫാണ്. അതെ, അത് നിങ്ങൾക്ക് നോക്കി ഇവിടെ കണ്ടാൽ മനസ്സിലാവും. ചാണ്ടി ഇതെല്ലാം അമ്പിളി ഇതൊന്ന് കാണിക്കാം നമുക്ക്. ഇത് കണ്ട ഇത് ആള് ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കി കുറെ പഠിക്കുന്നാന്ന് പറഞ്ഞപ്പോ പിന്നെ പണ്ട് പഠിച്ചതും ഇങ്ങനെ സ്റ്റിച്ചൊക്കെ കണ്ട സ്റ്റിച്ചൊക്കെ ആദ്യം ചെയ്ത് നോക്കി. ആൻറ്റി പിന്നെ തന്നെ വരച്ചിട്ടും ഡിസൈൻസ് ചെയ്യും അല്ലേ? ആൻറ്റിക്ക് അത് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമായിട്ടോ. എന്ന് വെച്ചാൽ കുറേ ഡിസൈൻസ് ആൻറ്റി വരയ്ക്കും കുറച്ച്. പിന്നെ നല്ലപോലെ പെയിൻറ്റിങ് ചെയ്യുമായിരുന്നു. അതെനിക്കും എൻ്റെ ചെറുപ്പത്തിൽ ഓർക്കേണ്ട. ആൾ ആദ്യം ഈ പെയിൻറ്റ് ചെയ്ത സാരികളാണ് ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ എപ്പോഴും ആൻറ്റിക്ക് അത് പെയിൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായപ്പോഴാണ് കംപ്ലീറ്റ്ലി ഇപ്പോൾ തയ്പ്പിലേക്ക് ഇൻട്രസ്റ്റ് വന്നത് അല്ലേ ആൻറ്റി? പിന്നെ വേറെ എന്തൊക്കെ വിശേഷങ്ങൾ? ആൻറ്റിക്ക് തയ്പ്പിനെ കുറിച്ച് വേറെ പറയാൻ വല്ലതും ഉണ്ടോ? ആൻറ്റി പുതിയതായിട്ട് ചെയ്യുന്ന എന്തോ വർക്കാന്ന് തോന്നണം അല്ലേ ആൻറ്റി? ഇതന്നെ ഉടുപ്പാണോ, ടോപ്പാ അല്ലേ? എൻ്റെ മകൻ്റെ കുട്ടിക്ക് ചെയ്യുന്ന അത് അവര് മോള് ഡിസൈൻ വല്ലതും പറഞ്ഞോ? അത് അൽഫോൻസ് ആൻറ്റി തന്നെ ചെയ്യണം. അതെ അതെ, കണ്ട അതൊക്കെ ഇതെന്ത്. ഞാനിത് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ആൻറ്റി ഇത് ചെയ്യാൻ തുടങ്ങിയിട്ടില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 2 ദിവസം കൊണ്ടൊക്കെ ആയിരിക്കും ഇത്ര നാള് ചെയ്തതെന്ന് തോന്നുന്നു. ചെയ്യാം അല്ലേ? നന്നായിട്ടുണ്ട്. എന്തായാലും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എത്ര ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ തയ്പ്പ്. ഞാനും ചിന്തിക്കും, നമ്മൾ സമയമെടുത്ത് തയ്ച്ചു അതിനുവേണ്ടി അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസിയുള്ളൊരു കാര്യമല്ല.
പിന്നെ ചിലർക്ക് ഈ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് തയ്ച്ച് തീർക്കണം എന്നുള്ളൊരു ആ ഒരു ഇതുണ്ടല്ലോ, തയ്ക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞ കുറേ കൂടെ മനസ്സിലാവുമായിരിക്കും. ഇതൊക്കെ ആൻറ്റി ഇങ്ങനെ യൂട്യൂബിൽ നോക്കിയിട്ട് പഠിക്കും അല്ലേ? പിന്നെ അത് തയ്ച്ച് നോക്കും. കാണുമ്പോൾ ഏകദേശം അതുപോലെ വരച്ചിട്ട് തയ്ച്ച് നോക്കും. പലതും ഉണ്ട് ഇതില്. ഇതൊക്കെ ആൻറ്റി അങ്ങനെ ചെയ്ത് നോക്കുന്ന ഇതാണ്. ഒരു വൈറ്റ് സാരി ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെ തയ്ച്ചു വെക്കുന്നത് ആൻറ്റിക്ക് പിന്നെ കളർ കോമ്പിനേഷൻ മനസ്സിലാവാനാണോ അതോ? അല്ല, ഇത് ഞാൻ പഠിക്കാൻ മേടിച്ചതോ? അതൊന്നും ചെയ്താൽ ഞാൻ ചെയ്താൽ എങ്ങനെയാണെന്നൊന്നും അറിയാം. ഈ വർക്കിന്റെ പേരൊക്കെ പറഞ്ഞു കേട്ടോ. ഞാൻ ചെയ്ത് അത് ബുളിയൻ നോട്ട് മറന്നുപോയി പേര്. ഫ്രഞ്ച് നോട്ടോ ബുളിയൻ നോട്ടോ ഇത് കണ്ട നമ്മൾ പറഞ്ഞ പോലെ അമ്മമാരുടെ അടുത്തിരുന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊരു രസമല്ലേ. ഈ പ്രത്യേകിച്ച് ഇപ്പം അമ്പിളി എറണാകുളത്ത് നിന്ന് വന്നിരിക്കുന്ന അവള് അമ്മയുടെ കൂടെ ഇരുന്നിട്ട് ഇന്ന് അവൾക്ക് ടൈപ്പ് ക്ലാസ് ആയിരിക്കും മിക്കവാറും. അതെ, എങ്ങനെയുണ്ട്? നിനക്ക് നാട്ടിലേക്ക് വരലൊക്കെ ഇഷ്ടമാണോ? അവൾ ഇടയ്ക്കിടയ്ക്ക് നാട്ടിലേക്ക് ഓടി വരും കേട്ടോ. എറണാകുളത്താണെങ്കിലും ഇവിടെയൊക്കെ വന്ന് നാടൊക്കെ കണ്ട് ഒക്കെ പോകും. ഞങ്ങളുടെ നാടെന്ന് പറഞ്ഞാൽ കാണാൻ ഇഷ്ടം, തയ്ക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞു നിനക്ക് തയ്പ്പിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അത് ശരിയല്ലേ? അതെ, അമ്മ തയ്ച്ചത് കാണാനൊക്കെ ഇഷ്ടമാണ്, പക്ഷേ തയ്ക്കാൻ വലിയ താല്പര്യമില്ല. അതെ, അവള് പക്ഷെ നല്ല ക്രിറ്റിക്കാണ്. അവള് വന്നിട്ട് തയ്ച്ചിട്ട് ഇതിന്റെ കളർ അങ്ങനെ വെക്കാം, ഇതിന്റെ ഇത് അങ്ങനെയൊക്കെ പറയില്ലേ, അതൊക്കെ പറയും. ആ കോമ്പിനേഷൻ അങ്ങനെ ആക്കാം എന്നൊക്കെ അതൊക്കെ പറഞ്ഞു കൊടുക്കും തോന്നുന്നു. അത് വേണമല്ലോ എല്ലാവർക്കും. നമ്മൾ നല്ല കുറച്ചൊരു ക്രിറ്റിക്സ് തയ്ച്ച് തീരാറാവുമ്പോഴേക്കും എന്നെ വിളിച്ചിട്ട് പറയും, എടി അതിന്റെ ഇത് സാരി തീരാറായി, ഇനി അടുത്ത സാരി കിട്ടിയിട്ട് വേണം. ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിക്കും. അല്ലെങ്കിൽ അമ്മ പുറത്തു പോവാണെങ്കിൽ വാങ്ങിച്ചോളും. ഇല്ലേ ഇതേ ആൻറ്റി ഇതേ പിന്നെയും നമ്മൾ തയ്ച്ച് കാണിക്കുന്നുണ്ട്. ഇത് ആൻറ്റി ഈ നൂലൊക്കെ ആൻറ്റി എങ്ങനെ വാങ്ങിക്കുന്നത്? ആൻറ്റി പിള്ളേർക്ക് ഈ കളേഴ്സ് അതോ അവരിങ്ങനെ ഓൺലൈനിൽ വാങ്ങിച്ചു തരുമോ? ഇല്ല, അവര് പുറത്തു പോകുമ്പോൾ ഞാൻ നൂല് കൊടുത്തു വിടും. പിന്നെ ഇതൊക്കെ ഓരോ ഇതിപ്പോ സിൽക്ക് നൂലൊന്നല്ല അല്ലേ? ഇത് സിൽക്ക് നൂലല്ല, ഇത് കട്ടിയുള്ള ഒരു ഈ ആൻറ്റി ആ വർക്കിൽ അതിൻ്റെ പൂ അതിനകത്തുള്ള പൂ വരച്ച് തീർക്കുകയാണ്. അല്ല, വരച്ചല്ല, തയ്ച്ച് തീർക്കുന്നു. പിന്നെ തയ്ക്കാൻ എനിക്ക് സമയം എടുക്കും എൻ്റെ പ്രായം കൊണ്ട്. എന്നാലും ആൻറ്റി ഒരു ദിവസം എനിക്ക് തോന്നുന്നു 2-3 പമ്പിളി പറഞ്ഞ പോലെ 2-3 മണിക്കൂറൊക്കെ ആൻറ്റി തയ്ക്കുന്നുണ്ടല്ലോ അല്ലേ? അത് തന്നെ. പിന്നെ രാത്രി തയ്ക്കാൻ എനിക്ക് കൂടുതൽ വെളിച്ചത്തിൽ തയ്ക്കാൻ ഇഷ്ടം അല്ലേ? അപ്പൊ തയ്പ്പ് മുഴുവൻ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് തയ്ക്കും. ഇത് ആൻറ്റി ഇപ്പൊ തയ്ച്ച ഒരു സാരി കേട്ടോ, നോക്കി നല്ല ഭംഗിയില്ലേ കാണാൻ, ഇതിന്റെ വർക്ക് കാണാൻ. ഇത് എത്ര സമയം എടുത്തു ആൻറ്റി ഇത് തയ്ച്ചു തീരാൻ? ഇതൊരു 2-3 മാസം അത്രേ എനിക്ക് പറ്റുള്ളൂ. ആദ്യം 3 മാസം കണ്ടു. ഇവിടെ എല്ലാം ഉണ്ട്. എന്താണ് പിന്നെ ഈ താഴെ കണ്ടോ ഇങ്ങനെ ഭംഗിയിട്ട് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഇതെത്ര പിടിക്കാൻ ഞാൻ വേണ്ടത് വെച്ച് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ ഇങ്ങനെയുണ്ട്. കണ്ടോ നല്ല സാരിയല്ല. ഒരു പുതിയ സാരിയും ആൻറ്റി ചെയ്തതാന്ന് തോന്നുന്നില്ല അമ്പിളി? ഇത് ഇപ്പൊ ഒരു പുതിയ സാരി ചെയ്തോണ്ടിരിക്കുന്നത്. ഇനി കുറച്ചും കൂടി വർക്ക് ഉണ്ട് അതിന് ചെയ്യാനായിട്ട്. ഇതിനിടയിൽക്കൂടെ ഒരു കുറച്ച് എനിക്ക് തോന്നുന്നു ഇതും വെച്ചിട്ടുണ്ടല്ലേ, സ്റ്റോൺ പോലെ അല്ലേ? ഇതും ആൻറ്റി കുറെ സമയം എടുത്തോ ചെയ്യാൻ? ഇത് ഈ നൂല് സിൽക്ക് നൂലാണ് ചെയ്തിരിക്കുന്നത് ചെയ്യാൻ വേണ്ടിട്ടാ. അത് തുന്നാനും കുറച്ച് എനിക്ക് തോന്നുന്നു മറ്റേതിനേക്കാൾ ഏതിൽ ചെയ്യാനാ ഇഷ്ടം ആൻറ്റിക്ക്? സിൽക്ക് നൂലിലാണോ മറ്റേ നോർമൽ? ഇഷ്ടം രണ്ടുമാണ്. നമുക്ക് വേഗം സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ നിങ്ങൾ കേട്ടില്ലേ തയ്ക്കുന്ന ഓരോരുത്തരുടെ ഓരോ ഇഷ്ടങ്ങളൊക്കെ? അല്ലെങ്കിൽ അല്ലാത്തേ കണ്ട നല്ല ഭംഗിയുണ്ട് അമ്പിളി, നന്നായിട്ടുണ്ട് കേട്ടോ സാരി. അതെ അതെ, ഞങ്ങൾ രണ്ടുപേരും ചെറുപ്പത്തിൽ വല്ലപ്പോഴൊക്കെ ഞങ്ങളൊക്കെ ഒരുമിച്ച് സാരി ഉടുത്ത് ഒരുമിച്ചാണ് ഞാനും അമ്പിളിയും സാരി ഉടുത്ത് തുടങ്ങിയെന്ന് തോന്നുന്നു. ഞങ്ങൾ ഒരേ പ്രായത്തിലായതുകൊണ്ട് ചിലപ്പോൾ അമ്പിളി സാരി ഉടുക്കുമ്പോഴേക്കും എന്നോടും പറയും സാരി ഉടുത്തോന്ന് പറയും. കണ്ടോ, അവൾ സാരി ഉടുത്താൽ ഞാനും സാരി ഉടുക്കണം, ഞാൻ അങ്ങോട്ട് ഓടി അവൾ ഓടണം. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ചെറുപ്പം. അപ്പം ഞങ്ങളുടെ ഈ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കുറേ കൂടി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് അമ്മ ചെയ്ത ഓരോ സാരികളാണ്. ഈ സാരിയുടെ ഇതൊക്കെ ഞാനിങ്ങനെ ഉടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ എടുത്ത് വെച്ചതായിരുന്നു. അപ്പം ഇങ്ങനെ ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്തതാണ്. ഇതൊക്കെ ആദ്യം ചെയ്ത കൂട്ടത്തിലുള്ളതാണ്. ഓരോന്നും കൈ കൊണ്ട് തന്നെ ആൾ തയ്ച്ച് ചെയ്തതാണ്. ഈ എംബ്രോയ്ഡറി ഇതൊക്കെ ഇത് ചെയ്യാനായിരുന്നു ഒത്തിരി സമയം എടുത്തത്. ഇതിങ്ങനെ ഭയങ്കര തിക്കായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് ഇതായിട്ട് ചെയ്തതാണ്.
ഇപ്പോഴും ഈ പ്രായത്തിലും നല്ലപോലെ തയ്ക്കുന്നു. അതൊരു നല്ല കാര്യമല്ല. എന്ന് വെച്ചാൽ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യം അത് ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല. അത് സമയമുണ്ടാക്കി അതിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നതും നമ്മളെപ്പോഴും എനിക്കെപ്പോഴും എനിക്കത് കാണുന്ന ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് തയ്ക്കാൻ ഇഷ്ടമുണ്ട്, പക്ഷെ മടി പിടിച്ച് നമ്മൾ തയ്ക്കില്ല. പക്ഷെ ആൻറ്റിയെ ഇഷ്ടമുള്ള കാര്യം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതിനുള്ള ഒരു സന്തോഷം നമുക്ക് ഈ ആൻറ്റിയുടെ മുഖത്തൊക്കെ നോക്കി നമുക്ക് പറയാം. അപ്പോൾ അൽഫോൻസ് ആൻറ്റി, നല്ല വീഡിയോ ആയിരുന്നു. ഇനിയും കുറേ തയ്ക്കണം. ഞങ്ങളൊക്കെ ഇനി വന്ന എല്ലാ വർഷവും നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ ഇതുപോലെ കുറേ തയ്ച്ച വർക്കുകളൊക്കെ കാണണം. അപ്പോൾ എല്ലാവർക്കും ആൻറ്റി ഒരു ഹലോയും പറഞ്ഞോ. ഞങ്ങളുടെ രണ്ടുപേരുടെയും കുട്ടിക്കാലം എങ്ങനെയായിരുന്നു? ഞങ്ങൾ രണ്ടുപേരും ഒരേ സ്കൂളിൽ പഠിച്ചു, ഒരേ കോളേജിൽ കുറേ നാൾ പഠിച്ചു. എന്നാലും രണ്ടുപേരും ഇപ്പോഴും ആ റിലേഷൻഷിപ്പ് കസിൻസ് എന്നതിനേക്കാളും ഞങ്ങൾ നല്ലൊരു ഫ്രണ്ട്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല അമ്പിളി? അതെ, തീർച്ചയായിട്ടും. എനിക്ക് എന്നെ പറ്റി വല്ല കുറ്റം പറയാനേ പറഞ്ഞോ? ഇപ്പൊ പറയണ്ട. അതെ, ഞങ്ങൾ കുറേ ഈ വീട്ടിലൊക്കെയാണ് കളിച്ച് വളർന്നിട്ട്. വെച്ചാൽ അവള് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ അതിൽ കൂടെ പോകുമ്പോൾ ഇവള് ട്യൂഷന് ഇവിടെ നിന്ന് ഓടി വരും, അല്ലെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും പള്ളിയിലൊക്കെ പോകണം ഒരുമിച്ച്. അങ്ങനെയാണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ വിശേഷങ്ങളിൽ കൂടുതലായിട്ട് അമ്പിളിയുടെ അമ്മയുടെ വിശേഷമാണ്, അല്ലെങ്കിൽ ഈ വീട്ടിൽ താമസിക്കുന്ന അമ്മച്ചിയുടെ വിശേഷങ്ങളാണ് നമ്മൾ പറയുന്നത് കേട്ടോ. എല്ലാവരും ഇനി ഞങ്ങളുടെ വീഡിയോ കണ്ടു. കണ്ട ചക്ക പ്രാവശ്യം വന്നിട്ട് ചക്ക തീരെ കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. എന്നാലും ഇവിടെ ചക്ക ഈ സമയത്തൊക്കെ ഇത് ചക്കയുണ്ട്. വേണ്ട, ഇത് ഞങ്ങളുടെ തറവാട്. അതും ഇപ്പുറത്തെ വീട്ടിലാണ് അമ്പിളിയുടെ വീടും. അപ്പം ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് വർത്താനം പറയും, ഇവിടെ നിന്ന് വർത്താനം പറയും, റോട്ടിൽ നിന്ന് വർത്താനം പറയും. എത്ര വഴക്ക് കിട്ടിയിട്ടുണ്ടെന്നറിയാം ഞങ്ങൾക്ക്. ഇവിടെ ഞങ്ങൾ മിക്കവാറും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ നല്ല വഴക്ക് കിട്ടും. ചിലപ്പോൾ പറമ്പിൽ കളിയും അതൊക്കെ പഴയ ഈ നാട്ടുപ്രദേശത്ത് ജീവിച്ചവർക്ക് ആ വിശേഷങ്ങളൊക്കെ അറിയാമല്ലോ. അവിടെ കളിക്കാനും ഇതിനൊക്കെ ഒത്തിരി സ്ഥലമുണ്ട്. നമ്മൾ ഓടി നടക്കുമ്പോൾ നമുക്ക് പുഴയിൽ പോകും. ഇതിൻ്റെ പുറകിലായിട്ടാണ് പുഴയുള്ളത്. അല്ല അമ്പിളി, നിനക്ക് പഴയ വല്ല വിശേഷങ്ങളൊക്കെ പറയാനുണ്ടോ? ഓ, പഴയ വിശേഷങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. ഈ ജാതിത്തോട്ടത്തിൻ്റെ ഉള്ളിൽ പോയിരുന്നാണ് ഞങ്ങൾ സ്റ്റഡി ലീവിന് പഠിക്കുന്നത്. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞാൽ എനക്കൊന്നും കേൾക്കാണ്ടാകുമ്പോൾ അമ്മമാർ വിളി തുടങ്ങും, CA അമ്പിളി എന്നൊക്കെ പറഞ്ഞു. ചിലപ്പോൾ അവിടെ ഇരുന്ന് വർത്താനം പറയും, ചിലപ്പോൾ ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല, തിരിച്ചു പോരും. അപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ആ പരിപാടി നിർത്തും. അതെ, നമ്മൾ മിക്കവാറും ഈ ജാതിത്തോട്ടത്തിന്റെ ഉള്ളിൽ ഞങ്ങൾ വല്ല ലൂവിക്ക് ഉപ്പിലിട്ടത് തിന്നലോ അല്ലെങ്കിൽ ജാതി തിന്നലോ ഒക്കെ ആയിട്ടാണ്. അതെ. അപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെയും കുറേ ഫ്രണ്ട്സ് ഒരുമിച്ചുള്ള ആൾക്കാരാട്ടോ. അപ്പോൾ അവർക്കെല്ലാവർക്കും ഈ മേരി അമ്പിളിയുടെയും സിയയുടെയും വിശേഷങ്ങളൊക്കെ കുറേ ഇതിൽ കൂടെയൊക്കെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ നാട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടേക്ക് വരാം, ഞങ്ങളുടെ നാടിൻ്റെ ഭംഗിയൊക്കെ കാണാം. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പിന്നെയും കൂടാം കേട്ടോ. താങ്ക് യു.